സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മിക്ക വീഡിയോയുടെ താഴെയും ആളുകൾ കമൻ്റ് ചെയ്യുന്നതായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമോ, എന്നെ സപ്പോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് സബ് ഫോർ സബ്. ഈ സബ് ഫോർ സബിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് നിങ്ങളുടെ യൂട്യൂബ് ജീവിതത്തെ ഒരിക്കലും ഒരു കാലത്തും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 1000 സബ്സ്ക്രൈബർ എന്ന കടമ്പ കടക്കാൻ ഇത് സഹായകമായേക്കാം. എന്നല്ലാതെ നിങ്ങളുടെ ചാനലിൻ്റെ പുരോഗതിക്ക് ഈ സബ് ഫോർ സബായി വന്ന കസ്റ്റമേഴ്സ്, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഒരിക്കലും നിങ്ങളുടെ ചാനലിന് ഗുണം ചെയ്യില്ല. നേരെ മറിച്ച് ദോഷമാണ് ചെയ്യുക. എങ്ങനെയാണെന്നല്ലേ അത് ഞാൻ പറയാം. അതായത് ഇപ്പം നിങ്ങൾ സബ് ഫോർ സബിന് വേണ്ടി നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയില്ല എന്താണ് അവരുടെ കണ്ടന്റ് എന്നോ, എന്തെങ്കിലും ആ കണ്ടന്റ് അവർ എന്തൊക്കെ തരത്തിലുള്ള കണ്ടന്റുകളാണ് ഇടുന്നതെന്നൊന്നും യാതൊരു മുൻധാരണയും കൂടാതെ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കമൻറ്റ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ, എന്നാൽ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. തീർച്ചയായും ആ സബ്സ്ക്രൈബ് ചെയ്തതിലൂടെ ആ ക്രിയേറ്റർ എന്തെങ്കിലും കണ്ടന്റ് ഇടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ഇടുമ്പോൾ അവർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു ധാരണയും ഇല്ല. എന്താണ് സബ് ഫോർ സബ് മാത്രമാണ് ചെയ്യാൻ ധാരണ, അത് നിങ്ങൾ ചെയ്തു. പക്ഷേ ഇവർ രണ്ടുപേരും ഇടുന്ന കണ്ടന്റുകൾ എന്താണ് എന്ന് പരസ്പരം അറിയില്ല. സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണെന്ന് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒന്ന് നോക്കിയേക്കാം ആ വീഡിയോ മുഴുവനൊന്നും കാണാതെ തന്നെ ഏതായാലും സബ് ഫോർ സബ് ചെയ്തതല്ലേ എന്ന് കരുതി ഒരു ലൈക്ക് അടിച്ച് വേഗം ഇറങ്ങിപ്പോവുക വീഡിയോയിൽ. അതോടുകൂടി ആ വീഡിയോയുടെ ഇംപ്രഷൻ താഴേക്കാ പോകും. എന്താ ഒരു യൂട്യൂബ് എന്താ മനസ്സിലാക്കുന്നത്, ഒരു സബ്സ്ക്രൈബറുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തി, വീഡിയോക്ക് വേണ്ടത്ര ഒരു നല്ലൊരു പ്രതികരണമല്ല ലഭിച്ചത്, പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തതും ആയിട്ടുള്ള മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോക്കും നിങ്ങളുടെ ചാനലിനും ഗുണമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അങ്ങനെ ആയാൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തന്നെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോ എത്തില്ല. അതോടുകൂടി നിങ്ങളുടെ ചാനലിൻ്റെ കാര്യം ഗോവിന്ദ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സബ് ഫോർ സബ് നിങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. സബ് ഫോർ സബിനെ നിങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. എന്താ ഇയാൾ ഇങ്ങനെ പറയണമെന്ന് തോന്നണ്ട. സത്യം അതാണ്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുമോ? നിങ്ങളതിന് സമയം കണ്ടെത്തുമോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം? 1000 സബ്സ്ക്രൈബർ എന്ന കടമ്പ. പ്രിയപ്പെട്ടവർ, 1000 സബ്സ്ക്രൈബർ കടന്നാലും 4000 വാച്ച് അവേഴ്സ് കടന്നാലും കാശ് കിട്ടാൻ പോകുന്നില്ല. കാശ് കിട്ടണമെങ്കിൽ ഇനിയും നിങ്ങളുടെ വീഡിയോസ് വളരെ നന്നായി ഓടിയെങ്കിൽ മാത്രമേ അതിൽ പരസ്യങ്ങൾ വന്നുകൊണ്ട് $100 ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയും നല്ല നല്ല കണ്ടന്റുകൾ ഇട്ട് യൂട്യൂബിന് പരസ്യം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. സ്വാഭാവികമായും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് വീഡിയോസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം വ്യൂസ്. യഥാർത്ഥത്തിൽ ആരെയാണോ ട്രോൾ ചെയ്ത് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസാണ് ട്രോളർമാർക്ക് കിട്ടുന്നത്.
കാരണം എന്താ? മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരെ പരിഹസിക്കാനും അതിൽ ആത്മനിർവൃതി അടയാനും പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ ഇഷ്ടമാണ്. മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അങ്ങനെ താറടിച്ച് കാണിച്ച് വളരെ മോശമായി ചിത്രീകരിച്ച് കളിയാക്കുന്നത് കാണാനും കണ്ട് രസിക്കാനും അതിന് കമൻ്റ് ഇടാനും അതിന് ലൈക്ക് അടിക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ നിരവധി ആളുകൾ. അപ്പം അതുകൊണ്ടാണ് ഈ ട്രോളർമാർ ഇങ്ങനെ പെരുകി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ സക്സസ് ആവണോ, എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഇടേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ പോലും ചിലർ കുക്കിങ്ങിൻ്റെ കൂടെ ഫാമിലി വ്ളോഗും കൂടി മിക്സ് ചെയ്യുന്നത്. എന്താ? ജനങ്ങളുടെ അടുക്കളയിലേക്കും ജനങ്ങളുടെ കിടപ്പറയിലേക്കും ജനങ്ങളുടെ വീട്ടിനകത്തേക്കും ഒളിഞ്ഞു നോക്കാനുള്ള മലയാളിയുടെ ആ എന്ത് മനസ്സാണെന്ന് ഞാൻ പറയുന്നില്ല, ആ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. മലയാളികളുടെ ആ പ്രത്യേക തരത്തിലുള്ള മനസ്സാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. മറ്റുള്ളവരുടെ വീടിനുള്ളിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ത്വര, ആ ത്വര ഈ ബ്ലോഗേഴ്സ് മുതലെടുക്കുകയും വീട്ടിലുള്ളവരൊക്കെ കാണിക്കുന്നു, അവരങ്ങോട്ട് പോകുന്നു, ഇവരിങ്ങോട്ട് പോകുന്നു, അവരത് ചെയ്യുന്നു, ഇവർ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോവുക. അത്തരം വീഡിയോസിനും ആളുകളുണ്ടാവും. ഇപ്പം രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾക്കറിയില്ല, KL ബ്രോ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആളുകളാണ് അതിൽ കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള അവരുടെ ആ കുടുംബ ജീവിതവും അവരുടെ ആ കൊച്ചു വർത്തമാനങ്ങളും അവരുടെ ആ വിശേഷങ്ങളും ഒക്കെ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് അവർക്കായി. പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള വ്യൂസ് അവർക്കില്ല എന്ന് അവർ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവർക്ക് ഇത്രയും 58 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള അവർക്ക് കിട്ടുന്നത് വളരെ 2K 3K 4K ഒക്കെയുള്ള വ്യൂസാണ്. അതൊന്നും കണ്ടാൽ പോരാ, 1 മില്യൺസ് വ്യൂസ് വേണം അവർക്ക്. എങ്കിലേ അവരുടെ ആ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള ഒരു വ്യൂ ആവുള്ളൂ. ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള ഒരു വ്യൂ കിട്ടുന്നില്ല എന്ന് പല വലിയ വലിയ ടോപ്പായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് മറ്റ് പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ചുകൊണ്ട് യൂട്യൂബ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യൂസിൻ്റെ കാര്യത്തിൽ നിന്ന്. എങ്ങനെയാണ്? മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക്, എൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, മറ്റ് പ്ലാറ്റ്ഫോം, അതായത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ വീഡിയോസ് ഇടുമ്പോൾ 6 മില്യൺ ഫോളോവേഴ്സ് ഉള്ളവർക്ക് തന്നെ 1 മില്യൺ 2 മില്യൺ 3 മില്യൺ അതിന് മേലക്കൊക്കെ വ്യൂസ് വരുന്നുണ്ട്. നേരെ മറിച്ച് അവർക്ക് 6 മില്യൻ്റെ അബവ് സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലിൽ അവർക്ക് കിട്ടുന്നത് 20K 30K 40K ഒക്കെ ആയിട്ടുള്ള വ്യൂസാണ് കിട്ടുന്നതുള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലും വ്യൂസ് കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് മാത്രമല്ല, വലിയ വലിയ യൂട്യൂബേഴ്സിനും ഉണ്ട്. അത് യൂട്യൂബിലുള്ള എന്തോ പ്രശ്നമാണെന്നാണ് മനസ്സിലാകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തുടർന്നും വീഡിയോസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സബ് ഫോർ സബിന് നിൽക്കാതിരിക്കുക. ജെന്യുവിനായിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടർന്നും അവരെത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെച്ചമുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണുക. ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.